ഇത് ഗോൾഡൻ ഹിൽ ഡയറിയുടെ ഞങ്ങളുടെ 4ാമത്തെ വാർഷികം അനുബന്ധിച്ച് ഞങ്ങളൊരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള പുതിയ പ്രോഡക്ട്സ് റിലീസുണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഞങ്ങളുടെ പ്രസിഡൻറ്റ് സന്തോഷ് കുമാർ സാറ് ഇലാബറേറ്റ് ചെയ്യും. അത് ഞങ്ങളുടെ MD ആണ് മിസ്റ്റർ കൃഷ്ണലാൽ സാർ. എൻ്റെ പേര് ഗോപകുമാറാണ്, മാർക്കറ്റിംഗ് ഹെഡാണ്. ഞാൻ സാറിന് കൊടുക്കുന്നു. എല്ലാവർക്കും സ്വാഗതമാണ്. ഹലോ, ഞങ്ങൾ ബേസിക്കലി നെടുമങ്ങാട് താലൂക്കിൽ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി 1989 രജിസ്റ്റർ ചെയ്ത് 90 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ആ സൊസൈറ്റി ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അതായത് ബിസിനസ് ആക്ടിവിറ്റിയാണ് കൂടുതൽ. കൺസ്യൂമർ സ്റ്റോർ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, പിന്നെ ക്ലിനിക്ക്, ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്, പെട്രോൾ പമ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗ്രന്ഥശാല 5000-ന് പുറത്ത് പുസ്തകമുള്ള ഗ്രന്ഥശാല ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ആ സൊസൈറ്റി ചെയ്യുന്നുണ്ട്. ആ സൊസൈറ്റിയുടെ ഇത്തരം ട്രേഡ് ആക്ടിവിറ്റിക്ക് പുറമെ ബാങ്കിങ് ആക്ടിവിറ്റിയും ഉണ്ട്. ചിട്ടി, ഡെപ്പോസിറ്റ്, ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 35 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൊല്ലിക്കോട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ ഒരു വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കമ്പനി ആക്ട് പ്രകാരം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സ്കീമാണ്. അതിൽ കൃഷിക്കാരെ അംഗങ്ങളാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് അത് മറ്റ് പ്രോഡക്റ്റുകളായിട്ട് വിൽപ്പന നടത്തി കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സ്കീമാണ്. അതനുസരിച്ചാണ് നമ്മൾ ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്തത്. ആ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ ഇപ്പോൾ ഒരു 10-32 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 125 പേരും ജോലി ചെയ്യുന്നുണ്ട്. ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇപ്പോൾ ചെയ്തു വരുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മോഡൽ ഫാം നടത്തുന്നുണ്ട്. പശു, ആട്, കോഴി, പോത്ത് എന്നിവയൊക്കെ വളർത്തുന്നൊരു ഫാമുണ്ട്. ആ ഫാമിനോടൊപ്പം തന്നെ ഞങ്ങൾ പാല് കർഷകരിൽ നിന്നും വെളിയിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ആ പാല് പ്രോസസ്സ് ചെയ്ത് പാല്, തൈര്, നെയ്യ് എന്നിവയെല്ലാം ഉണ്ടാക്കുന്ന പാലിൻ്റെ വിവിധയിടം പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. കൂടാതെ വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്, വെള്ളത്തിൻ്റെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഗോൾഡൻ ഹിൽ എന്നുള്ള ബ്രാൻഡിൽ, അതായത് ഞങ്ങളുടെ ഈ പ്ലാന്റ് കിടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പഴയ പേരെന്ന് പറഞ്ഞാൽ തങ്കമല എന്നായിരുന്നു. ആ തങ്കമലയെ ഞങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് ഗോൾഡൻ ഹിൽ എന്നുള്ള പേരാക്കിയിട്ട് ഗോൾഡൻ ഹിൽ എന്നുള്ള പേരിലാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം ഇറക്കുന്നത്. ഈ കമ്പനി ഉൽപ്പാദനം, അതായത് വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ചിട്ടാണ് ഈ മാർച്ച് 27-ാം തീയതി ആകുമ്പോൾ 4 വർഷം പൂർത്തിയാവുന്നുണ്ട്. ആ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു വിഷൻ 26 എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ 24-ാം തീയതി, അതായത് നാളെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഭാവി പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചും നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ചർച്ച ചെയ്ത് പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു വിഷൻ 2026 എന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട്. 27-ാം തീയതി ഞങ്ങളൊരു വാർഷികം വെച്ചിട്ടുണ്ട്. ആ വാർഷികത്തിൽ പങ്കജ കസ്തൂരിയുടെ MD, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാനാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. കാരണം നമ്മളത് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നല്ല വിജയകരമായി പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭരണാധികാരി, മേലധികാരി തന്നെ വന്ന് നമ്മുടെ ജീവനക്കാർക്ക് നമുക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വിജയപ്രദമാക്കാൻ പറ്റുന്നത് എന്നുള്ള നിലയിലൊരു വിശദീകരണം അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് ഞങ്ങളൊരു യോജിച്ചു. പിന്നെ പെരുപ്പങ്കോളം മള്ളി സാറ് XMLA ആണ്, പുള്ളിയും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതാണെങ്കിൽ 27-ാം തീയതി ഒരു വാർഷിക പരിപാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ വെച്ചിട്ട് തന്നെ ഞങ്ങളുടെ സെയിലിൽ ഞങ്ങൾ 15 റൂട്ടിലാണ് സെയിൽ നടത്തുന്നത്. അതായത് ഈ കമ്പനി പ്രൊഡക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സെയിൽ ചെയ്യുന്നത്. ഈ FPO ഉൽപ്പാദനം നടത്തി ആ ഉൽപ്പന്നങ്ങൾ സൊസൈറ്റി മുഖാന്തരം വിൽപ്പന നടത്തുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും ഈ കമ്പനിക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തു കൊടുത്തിട്ടുള്ള സൊസൈറ്റിയാണ്. അപ്പോൾ ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഞങ്ങളുടെ റൂട്ട് മുഖാന്തരം വിൽക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്ന റൂട്ട് സെയിൽസ്മാർക്ക് ഞങ്ങളൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സാധനം എടുക്കുന്ന ഇൻഡിവിജ്വൽസിന് ഞങ്ങളൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മുടെ വലിയ ഹോട്ടലുകളെല്ലാം ഞങ്ങളൊരു സാധനം എടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സാധനം എടുക്കുന്ന ഹോട്ടലുകൾക്കും നമ്മളൊരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയ്ക്ക് ആ ചടങ്ങിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചടങ്ങും ഈ വാർഷികവും എല്ലാം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്.
1 ലിറ്ററിൻ്റെ ഒരു ലിറ്റർ 1 ലിറ്റർ പാൽ. 1 ലിറ്റർ പാല് പനീറുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ പാലിൻ്റെ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ പാല് ചെയ്യുന്നതിന് 1 ലിറ്ററിൻ്റെ കുപ്പിപ്പാൽ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. 1/2 ലിറ്റർ കുപ്പിപ്പാലുണ്ട്. പാല് തന്നെ 2 തരത്തിലുള്ള, അതായത് ഞങ്ങളൊരു കൗ മിൽക്ക് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി കട്ടി കൂടിയൊരു പാലും സാധാരണ മിൽക്കും, അങ്ങനെ 2 തരത്തിലുള്ള പാല് 500ൻ്റെ കവർ വീതം, 1 ലിറ്ററിൻ്റെ കുപ്പിപ്പാലും 1/2 ലിറ്ററിൻ്റെ കുപ്പിപ്പാലും. പക്ഷേ ഇത്തവണ നമ്മൾ ഈ വാർഷികത്തോടനുബന്ധിച്ച് 1 ലിറ്ററിൻ്റെ കവർ പാല് കൂടി ഇറക്കുന്നുണ്ട്. ഈ 27-ാം തീയതി പരിപാടിയിൽ വെച്ചിട്ട് 1 ലിറ്ററിൻ്റെ കവർ പാലിൻ്റെ ഉദ്ഘാടനം കൂടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ സംഭാരം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തൈര് കുപ്പിയിലും കവറിലുമായിട്ടുള്ള തൈര് ചെയ്യുന്നുണ്ട്. നെയ്യുണ്ട്. നെയ്യും ഞങ്ങൾ 50 ഗ്രാം മുതൽ മുകളിലോട്ടുള്ള പാക്കിങ്ങിലുള്ള നെയ്യും വിൽപ്പന നടത്തുന്നുണ്ട്. ഉണ്ട്. ഞാൻ വിളിച്ചതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. കൂടുതലും ഞങ്ങൾ നെടുമങ്ങാട് താലൂക്കാണ്. തിരുവനന്തപുരത്ത് കുറച്ച് ഭാഗങ്ങളിലും ചാറ്റിങ്ങൽ ചിറയൻകീഴ് ഭാഗത്തുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നെടുമങ്ങാട് പൊന്മുടി വരെ ചെയ്യുന്നുണ്ട്. പൊന്മുടിയിൽ KTDC ഹോട്ടൽ അടക്കം പൊന്മുടിയിൽ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നെടുമങ്ങാടാണ് ഈ സൊസൈറ്റിയുടെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അവിടെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് കൂട്ടുന്നതിൻ്റെ ഭാഗമായതിനു ശേഷമാണ് അദ്ദേഹത്തിലേക്ക് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് എടുത്ത് മാർക്കറ്റിംഗ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 2.5 ലക്ഷം രൂപ പാൽ ഡെയിലി ചെയ്യുന്നതിന് 5000-നും 6000-നും ലിറ്റർ പാലാണ് ഡെയിലി വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഈ കമ്പനിയും സൊസൈറ്റിയും രണ്ടായി ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് സാമ്പത്തികമായ പ്രശ്നം ഇല്ല. കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഇന്ന് തന്നെ സൊസൈറ്റിയിൽ നാളെ തന്നെ സൊസൈറ്റി പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റോ ഒന്നും കമ്പനിയെ ബാധിക്കുന്നില്ല. ഒറ്റ ബില്ലിൽ സൊസൈറ്റിയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ പേയ്മെൻ്റ് എല്ലാം ഇവർക്ക് കൃത്യമായി കൊടുക്കുന്നത് കൊണ്ട് കമ്പനിക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകും. പക്ഷേ നമ്മളൊരു പ്രോഫിറ്റിലെത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം രൂപ സെയിലെങ്കിലും പെർ ഡേ നടന്നാലേ എത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.